നമസ്കാരം. NRIസിന് എന്തിന് നാട്ടിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ NRIസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. പലപ്പോഴും NRIസിന് എസ്പെഷ്യലി UAE ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. അതിൻ്റെ പേരിൽ എല്ലാവർക്കും അവരുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും. നാട്ടിൽ പലപ്പോഴും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കില്ല. അത് ഉള്ള സംശയമുണ്ട്, ഞാനിവിടെ ഇല്ലല്ലോ എന്തിന് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഡേഞ്ചറാണ്. ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പറഞ്ഞാൽ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുവയ്ക്കുന്ന ഒരു ഉപാധിയാണ്. നമുക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരുന്ന സമയത്ത് നമുക്ക് ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നിൽക്കുന്ന ടൈമിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണ് നിൽക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് റീസണായിട്ട് നിങ്ങൾക്ക് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പോൾ ഇതെന്നാ വരുമെന്ന് പറയാൻ പറ്റില്ല. ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ വേണം. ഇതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞാൽ. ഇനി കാരണങ്ങൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ, ഒന്ന്, നമുക്ക് ഏർലി ഏജിൽ തന്നെ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇപ്പോൾ 40-30 വയസ്സുള്ള ആളുകളാണ്, നിങ്ങൾ 55-ാമത്തെ വയസ്സിൽ നാട്ടിൽ വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്ന് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ചിലപ്പോൾ അലൗ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കൊളസ്ട്രോളും BPയുടെയും അതിൻ്റെ അതിനൊക്കെ മരുന്നൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ യങ് ആയിരിക്കുന്ന സമയത്ത് എടുക്കണമെങ്കിൽ, ഫിറ്റ് ആയിരിക്കുന്ന സമയത്ത് എടുക്കണമെങ്കിൽ നമ്മൾ ലോവർ പ്രീമിയത്തിൽ നമുക്ക് എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഫെസിലിറ്റികളും കൂടിയിട്ടുള്ള ഒരു പ്രീമിയം ഇപ്പോഴേ എടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ എല്ലാ അവൈലബിലിറ്റിയും കിട്ടും. ഇന്ത്യയിൽ നിങ്ങൾ സന്ദർശിക്കുന്ന ടൈമിൽ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ക്ലെയിം എടുക്കാനായിട്ട് പറ്റുന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പല ആൾക്കാരും പക്ഷേ ഞങ്ങൾക്ക് ഇൻ്റർനാഷണൽ ക്ലെയിം ഉള്ളതാണ്, അതിൻ്റെ പേരിൽ വേണ്ടാന്നുള്ളത്. ഈവൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ജോലി ചിലപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കവറേജ് കിട്ടില്ല. അത് ഫസ്റ്റത്തെ പോയിൻ്റ് അനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എടുത്തു വയ്ക്കണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ക്ലെയിം ചെയ്യാണ്ട് നമ്മൾ കാലങ്ങളിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നോ ക്ലെയിം ബോണസ് ഇന്ത്യയിലത്തെ ഹെൽത്ത് ഇൻഷുറൻസിൽ വരികയും നമ്മുടെ പ്രീമിയം നമുക്ക് പ്രീമിയം അല്ല സമ്മർഷോട് എത്രയാണെന്നുണ്ടെങ്കിൽ അത് കൂടിക്കിട്ടും. അപ്പോൾ നമുക്ക് കവറേജ് കൂടിക്കിട്ടും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇനി NRI ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ GST റീഫണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതും ഒരു GST എത്രയാണ് അടയ്ക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പൈസ റീഫണ്ട് ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ആദ്യമേ NRI ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പോളിസി എടുത്ത് വയ്ക്കണം. നമ്മൾ കുറച്ച് കാലം മുന്നേ നമ്മൾ നാട്ടിൽ വരുന്ന സെറ്റിൽ ആവണേക്കാളും മുന്നേ പോളിസി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണം വെച്ചാൽ സാധാരണ പോളിസികളിലൊക്കെ ചില അസുഖങ്ങൾക്കൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം വെയിറ്റിംഗ് പീരീഡും എല്ലാവരും പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഒരു 5-10 വർഷം മുന്നേ നമ്മൾ പോളിസി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ട്രാക്ക് റെക്കോർഡ് ആ പർട്ടിക്കുലർ പോളിസിയിൽ ഉണ്ടാവുകയും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റിംഗ് പീരീഡ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഈ പോളിസിയിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ശരിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. അത് ഓരോ ആളുകൾക്കും NRI ആയിട്ടുള്ള ആളുകൾക്കും ഇത് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് നാട്ടിൽ ഉണ്ടാവണതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.